സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ രാമറ്റം റോഡിനാണ്. ഇവിടെ കുറേ സൈക്കിൾ യാത്രക്കാരെ കണ്ടു. അപ്പോൾ മുമ്പ് ഇവിടെ ജനജീവൻ പ്രസ്ഥാന യാത്രയാണ്. അതിൻ്റെ ഹെഡായിട്ടുള്ള നമ്മുടെ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ സാറിനോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇത് എന്തുകൊണ്ടാണ് സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ കാരണം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവർ പറയുന്നത് സൈക്കിൾ യാത്ര ഏറ്റവും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്, ശരീരത്തിനും വ്യായാമത്തിനൊക്കെ നല്ലത്. അത് നമ്മൾ എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ അത്രയും നന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാലും ഡോക്ടറോടൊന്ന് നമുക്ക് ചോദിക്കാം. സാറിന് പേരെന്താ? ഡോക്ടർ പ്രിയ രാധാകൃഷ്ണൻ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കേരള ജനജീവൻ നല്ല പ്രസ്ഥാനം അല്ലേ, സൈക്കിൾ യാത്ര. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സുഖമല്ലേ? ഞങ്ങളെ കേരള നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 18ാമത്തെ വർഷമാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. 18ാമത്തെ വർഷം. എല്ലാ വർഷവും ഞങ്ങൾ ജനുവരി ആദ്യത്തെ ഞായറാഴ്ച മുതൽ രണ്ടാമത്തെ ഞായറാഴ്ച വരെ സൈക്കിൾ യാത്രാ വാരമായി ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തിരൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര തിരൂർ ഗുരുവായൂർ പിന്നെ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, പട്ടാമ്പി അങ്ങനെ ചുറ്റിച്ചെരിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരൂരിൽ തന്നെ അവസാനിപ്പിക്കും 6ാമത്തെ ദിവസം. ഈ യാത്രയുടെ ഉദ്ദേശം സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും സൈക്കിൾ യാത്ര. സൈക്കിളിന് പകരം മറ്റൊരു വാഹനം ഇല്ല. ഞങ്ങളുടെ അടുത്ത് 74 വയസ്സായ ആളുണ്ട്, 10 വയസ്സായ ആൾക്കാരുണ്ട്. എനിക്ക് 10 മിനിറ്റ് അടുത്തൻ. അപ്പോൾ 10 വയസ്സ് തൊട്ട് 74 വയസ്സ് വരെയുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കുക. സൈക്കിൾ യാത്ര എല്ലാവർക്കും നല്ലതാണ്. സൈക്കിൾ ചവിട്ടുന്നവർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും നല്ലതാണ്. പിന്നെ ഞങ്ങളിതിൽ സർക്കാരിനോട് പറയുന്നത് എന്താണെന്നറിയോ? 2 വീലർ ലൈസൻസ് കൊടുക്കുമ്പോൾ, അതായത് മോട്ടോർ ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് കൊടുക്കുമ്പോൾ സൈക്കിൾ ബാലൻസ് നിർബന്ധമാക്കണം. ഞങ്ങളുടെ നല്ലജീവന പ്രസ്ഥാനത്തിൻ്റെ അന്വേഷണത്തിൽ എവിടെ 2 വീലർ ലൈസൻസുമായി ബന്ധപ്പെട്ടൊരു അപകടം ഉണ്ടായാൽ ഞങ്ങൾ അവിടെ ഓടിയെത്തും. എന്തിനാണെന്നറിയോ? അയാൾക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടോ എന്നറിയാം, അല്ലെങ്കിൽ ആ സ്ത്രീക്ക്. ഇതിൽ 90% ഇപ്പം നടക്കുന്നത്, പണ്ടത്തെ അല്ല പറയുന്നത്, ഇപ്പം നടക്കുന്ന സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അല്ല, അവരാണ് ഈ 2 വീലർ ഓടിച്ചിട്ട് അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സൈക്കിൾ ബാലൻസ് പറഞ്ഞത് സൈക്കിൾ ഒരു അഭ്യാസമാണ്. ഒരു വിഷമഘട്ടത്തെ അതിജീവിക്കാൻ വളരെ മാനസികവും ശാരീരികവുമായി കുറേ നമുക്ക് കുറേ ഐഡിയകൾ കിട്ടുന്നതാണ് ഈ സൈക്കിൾ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാൾ മോട്ടോർ ബൈക്ക് ഓടിച്ചാൽ ഒരു ക്രൈസിസിൽ, ഒരു വിഷമഘട്ടത്തിൽ അയാൾ അപകടത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് സൈക്കിൾ ബാലൻസ് നിർബന്ധമാക്കണം. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു സൈക്കിൾ ചവിട്ടു. അത് നാടിനും നാട്ടുകാർക്കും, ചവിട്ടുന്നവർക്ക് മാത്രമല്ല നാടിനും നാട്ടുകാർക്കും ഒരു ഗുണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും വാഹനമുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വാഹനം സൈക്കിൾ മുൻഗണന കൊടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. മുൻഗണന വെച്ചാൽ സൈക്കിളിന്റെ ആവശ്യത്തിന് സൈക്കിൾ തന്നെ. അത് തീപ്പെട്ടി മേടിക്കാൻ ലോറി എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് സൈക്കിൾ എടുത്ത് ഉപയോഗിക്കും. രാവിലെ പിന്നെ ഞങ്ങൾ കാറും ബൈക്കൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾ മറ്റ് വാഹനത്തിനെതിരെ അല്ലെങ്കിൽ പെട്രോൾ ലാഭിക്കുന്നതിനെതിരൊന്നും അല്ല, അതുമായി സന്ദേശമായിട്ടല്ല. സൈക്കിള് ഉപേക്ഷിക്കരുത്, അതും കൂടി നമ്മളെ വാഹനത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു സർ.
പറഞ്ഞോളൂ. ഞങ്ങളുടെ ഈ സൈക്കിൾ യാത്രയ്ക്ക് സഹായ സഹകരണങ്ങൾ, അതായത് ഞങ്ങൾക്ക് താമസ സ്ഥലം, ഭക്ഷണമൊക്കെ ഒരുക്കുന്നുണ്ടല്ലോ, അതൊക്കെ അതത് സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നടത്തുന്നത്. ഇപ്പൊ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൊന്നാനിയിലായിരുന്നു, പൊന്നാനി മുനിസിപ്പാലിറ്റിയിലായിരുന്നു. ഇനി ഞങ്ങളുടെ ഉച്ചഭക്ഷണം പുന്നയൂർ പഞ്ചായത്തിലാണ്. അവിടെ പഞ്ചായത്തിൽ ഞങ്ങളെ സ്വീകരിക്കും. അവിടെ സൈക്കിളിനെ കുറിച്ചുള്ള ക്ലാസ്സും ചർച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കും, റെസ്റ്റ് എടുത്ത് വീണ്ടും ഞങ്ങൾ ഗുരുവായൂർക്ക് പോകും. ഗുരുവായൂരിലാണ് ഇന്ന് രാത്രി ഞങ്ങൾ താമസിക്കുക. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾക്കുള്ള താമസവും ഭക്ഷണവും ഒരുക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കിക്കൊണ്ട് സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു സർ. മോർ ദാൻ. എന്താ പേര്? ബിന്ദു, കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവ്. മോളെ എന്താ പേര്? ആവണി. എവിടെ സ്ഥലം? പട്ടാമ്പി. നിങ്ങളെ? കൃഷ്ണൻ, പട്ടാമ്പി. പട്ടാമ്പി. വെരി ഗുഡ്. പറ. ആ, കണ്ണൂർ. എല്ലാവരും ഒരുമിച്ച് കൂടണേ, ഒരുമിച്ച് പറ. കൂടണേ. പേര് പറ. പ്രഭാകരൻ, കോവളം. കോവളം. നിങ്ങളെ? കണ്ണൂർ. ഡോക്ടർ സർ? ഡോക്ടർ പി ആർ രാധാകൃഷ്ണൻ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഗുഡ്. 40 പേരുള്ളത്. ഇവിടെ നമുക്ക് ആ സ്ഥലം. ഓക്കെ ഓക്കെ, അടുത്ത. ഓക്കെ, താങ്ക് യു. ആ, രാജു. എവിടെ സ്ഥലം? ഏറ്റുമാനൂർ. ആ, സ്ഥലം പറയും. പാലക്കാട്. എന്താ പേര്? ഓക്കെ, താങ്ക് യു സർ.